ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എക്സൽ സൈസിൽ വരുന്ന ഒരു കുർത്തീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അതിനായിട്ട് തുണി രണ്ടായിട്ട് ഇവിടെ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ വിഡ്ത്ത് 7 ഇഞ്ച്, ഷോൾഡർ ലെങ്ത്ത് 7 ഇഞ്ച്, ചെസ്റ്റ് വിഡ്ത്ത് 10.5 പ്ലസ് 2 ഇഞ്ച്, പിന്നെ കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.25, നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച്. എന്നിട്ട് അതിനെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചും കൂടി ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് നമ്മൾ കൈക്കുഴീൻ്റെ അവിടെ 1/4 ഇഞ്ച് കുഴിച്ചാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്താം. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ച്, പിന്നെ അതിൻ്റെ ഷേപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ വരുന്നത് സ്ലിറ്റിൻ്റെ മാർക്കിംഗ് ആണ്. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 19 ഇഞ്ച്, പിന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ച്, അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ടോപ്പിൻ്റെ ബോട്ടം വരുന്നത് 12 ഇഞ്ച്, അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് ഞാനിവിടെ 2 ഇഞ്ചാണ് വിട്ടു കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ഒന്നും കൂടി നമുക്ക് അളന്ന് നോക്കാം കറക്റ്റ് ആണോ എന്ന്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വയറിൻ്റെ അവിടെ ഒരു പിടുത്തം ഉണ്ടാവും. അതുകൊണ്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി അളന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിത് ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൽ ക്യാൻവാസ് വെക്കുന്നില്ല, മറ്റേ തുണി കട്ട് ചെയ്തിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ കൈക്കുഴീൻ്റെ അവിടെ 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അത് 14 ഇഞ്ചിൽ നമ്മൾ തുണി മടക്കി വെച്ച് കൊടുക്കുക. 14 ഇഞ്ച് നീളത്തിൽ. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 10.5 ആണ്. പിന്നെ 10.5 താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സ്ലീവിൻ്റെ ബോട്ടം 5.5 ഇഞ്ച് അവിടത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടൊരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് വെക്കുന്ന പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പം 3.25 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തിലും ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. അങ്ങനെ അതും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അതിനായിട്ട് ഇപ്പം നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തില്ലേ, നെക്കിൽ വെക്കാനുള്ള തുണി. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചുറ്റും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വെക്കാനുള്ള ക്ലോത്തും അതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല ക്ലോത്തിൻ്റെ അതായത് നല്ല ക്ലോത്തിലേക്ക് ഈ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു കട്ടിങ് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 നെക്കും ഇതുപോലെ ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ കൈത്തുന്നി കൊടുത്താൽ മതി. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്തിയാണ് വീഡിയോ. അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
രണ്ട് ക്ലോത്തിന് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവും അങ്ങനെ ചെയ്തെടുക്കാം. ചുരിദാർ ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നൈറ്റി പീസാണിത്, അപ്പം കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം 1 ഇഞ്ചിൽ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം 5.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ 10.5 അടയാളപ്പെടുത്തിയിട്ട്, അതായത് സ്ലിറ്റ് വരുന്നില്ലേ അവിടെ വരെ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്, അവിടെ വരെ മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റ് വരെ മാത്രം രണ്ട് സ്ലിറ്റും അങ്ങനെ ചെയ്തെടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ കെട്ടിട്ട് കൊടുക്കണം. സ്ലിറ്റ് അതായത് അവിടെ നമ്മൾ മടക്കുന്ന ക്ലോത്ത് 1 ഇഞ്ചിലാണ് മടക്കി കൊടുക്കുന്നത്, എന്നാൽ മാത്രമേ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നല്ല 2-3 കെട്ടിട്ട് കൊടുക്കാം. രണ്ട് സൈഡും അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ലിറ്റ് മടക്കി കൊടുക്കുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗം അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് അവിടെ ആ കോർണറിൽ എത്തുമ്പോൾ സൂചി കുത്തിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു കോൺ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്ലിറ്റിൻ്റെ അവിടെ ഒരു കോൺ പോലെ കിടക്കുന്നില്ലേ, ആ ഭാഗം നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ സൂചി കുത്തിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഭാഗം ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് എത്ര വീതി വേണം അതിനനുസരിച്ചിട്ട്, അതായത് 1 ഇഞ്ചിൻ്റെ വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ അത്ര കുറച്ച് പോർഷനേ ഉണ്ടാവുള്ളൂ മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്ലിറ്റിൻ്റെ അവിടെ സൂചി കുത്തിയിട്ട് ഒരു സ്ക്വയർ പോലെ അവിടെ സൂചി കുത്താം. എന്നിട്ട് താഴേക്കൊരു 1/2 ഇഞ്ചിൽ താഴേക്ക്, 1/2 ഇഞ്ച് വേണ്ട, 1/4 ഇഞ്ചിൽ, പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഫുള്ളായിട്ട് 2 സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചുളിവൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി കാണിക്കാം, മറ്റേ അപ്പുറത്തെ സൈഡ് സ്ലിറ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നും കൂടി കാണിക്കാം. അതായത് അവിടെ സൂചി കുത്തി അവിടെ നിന്ന് താഴേക്ക് ഒരു സ്ക്വയർ, ഹാഫ് സ്ക്വയർ പോലെ വന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ടോപ്പിൻ്റെ ബോട്ടം സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് അത് നീളമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഒന്ന് ചെറുതൊന്നും വലുതോ ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഒരു സൈഡ് മടക്കി പിന്നെ ഒരു സൈഡ്, 2 സൈഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ താഴെ ഭാഗത്തും ബോട്ടം സൈഡിലും അതുപോലെ തന്നെ കൊടുക്കണം. അങ്ങനെ 2 സൈഡും ബാക്കും ഫ്രണ്ടും ബോട്ടം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.